രത്തൻ കേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിൽക്കുന്നതിനിടെ അതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. രത്തൻ കേൽക്കറിന്റെ നിയമനത്തിൽ അസാധാരണമായി ഒന്നുമില്ല എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിശദീകരിച്ചത്. നിയമന വിവാദം വലിയ തമാശയെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. IAS തലപ്പത്തെ മാറ്റവും ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദത്തിലും വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ബുധനാഴ്ച അവധിയായതുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നത്. മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം മൺസൂണുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച ഓൺലൈനായി ചേരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വിവാദ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിശദീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രത്തൻ കേൽക്കറുമായി ബന്ധപ്പെട്ട പ്രതികരണമായിരുന്നു. CPM നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. UDFന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഗുരുവായൂർ അമ്പലത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഈ ഗുരുവായൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. കേട്ടോളാം, ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല, ഒരാൾക്ക്. മുട്ടൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടും പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ ഇങ്ങനെയായിരുന്നു വിശദീകരണം. അതെല്ലാം പരിശോധിക്കും. അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്, പരിശോധിക്കും. അത് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും. IAS തലപ്പത്തെ മാറ്റത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മന്ത്രിസഭയിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രിസഭയിൽ വെക്കും. അല്ലാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം തീരുമാനങ്ങൾ എവിടെ എടുത്തിരുന്നത്? മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. ഇതിനൊരു പ്രൊസീജിയറുണ്ട്. അത് തീരുമാനം എടുക്കേണ്ട സ്ഥലം അതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പാരിയത്താവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നതിനെ രാഷ്ട്രീയമായി പരിഹസിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞത്. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര സമരമാണ്. കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ? നിലയമുരുകനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.